ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എത്രയാണോ പൊട്ടാറ്റോ എടുക്കുന്നത് അത് മുങ്ങുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ. ഞാനിവിടെ 3 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം അതിലോട്ട് ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പൊട്ടാറ്റോയിലുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ഫ്രൈൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുത്തോളൂ കേട്ടോ. പൊട്ടാറ്റോ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി. നല്ല എരിവൊക്കെ ഉള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണിത്. പിന്നെ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ അടുത്ത ബാച്ചും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇതും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.